ഷാഫി, രാഹുൽ, ഫിറോസ് കളത്തിലിറങ്ങിയടാ മക്കളെ. കേരളത്തിലെ അന്തംകമ്മികളും BJPയും കോൺഗ്രസിലെ കടൽക്കിഴവന്മാരും ഭയന്നിരുന്ന ഈ ത്രയം ഷാഫി, രാഹുൽ, ഫിറോസ് കോമ്പിനേഷൻ ഇതാ കളത്തിറങ്ങിക്കഴിഞ്ഞു. ഇന്നലെ ഷാഫി പറമ്പിലിനെ പേരാമ്പ്രയിൽ വെച്ച് പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് ഇന്നലെ രാത്രി തന്നെ രാഹുൽ തൻ്റെ ഫേസ്ബുക്കിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെ രാഹുൽ നേരിട്ടെത്തി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കാണുകയും മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ഫിറോസും രാഹുലും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ഇന്നലെ പോലീസിന്റെ അതിക്രൂര മർദ്ദനമേറ്റ ശേഷം മൂക്കിലൂടെ ചോര ഒലിപ്പിച്ച് പോലീസിന്റെ ഗ്രനേഡ് ആക്രമണത്തെ തുടർന്ന് സംസാരിക്കുവാൻ പോലും വയ്യാതെ നിന്ന, തൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞ ആ വാക്കുകൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്കാണ് തുളച്ചു കയറിയത്. ഈ സകല പ്രകോപനങ്ങൾക്കും കാരണമെങ്കിൽ ഈ മർദ്ദനത്തിനും ചോരയുടെ പിന്നിലെ കാരണം നിങ്ങളുടെ സ്വർണ്ണക്കടത്ത് ഒളിച്ചു വെക്കാനുള്ള, മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിലും വലിയ പരാജയം പേരാമ്പ്രയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ട്, എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. മൂന്ന്, പോലീസിനോട് ശമ്പളം പാർട്ടി ഓഫീസിൽ നിന്നല്ല, ആ ഓർമ്മ വേണം. ഇപ്പൊ ചെയ്ത പണിക്കുള്ള മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും. എല്ലാവരും പിരിഞ്ഞു പോകേണ്ടതാണ്. അദ്ദേഹത്തിന് തന്റെ ജീവനെ കുറിച്ചായിരുന്നില്ല ഭയം. വളരെ കൃത്യമായി ആ ഘട്ടത്തിൽ പോലും ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ട പിണറായി വിജയ, നിന്നെയൊന്നും ജനങ്ങൾ വെറുതെ വിടില്ല എന്ന ആ കൃത്യമായ സന്ദേശം നൽകിയ ശേഷം മാത്രമാണ് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോയതും. തുടർന്ന് അദ്ദേഹത്തിന്റെ മൂക്കിൽ പാലത്തിൽ ഏതാണ്ട് 2ഓളം പൊട്ടലുകൾ ഉണ്ടായി. അതിനെ തുടർന്ന് സർജറി നടന്നു. അദ്ദേഹം ഇന്ന് ചികിത്സയിലാണ്. തൻ്റെ സുഹൃത്തിന് അപകടം പറ്റിയതറിഞ്ഞ് രാഹുൽ ആ ആശുപത്രിയിൽ എത്തുകയും തുടർന്ന് പിണറായി വിജയ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ നിലപാട് അറിയിക്കുകയും ചെയ്തു. ആ ദൃശ്യം കാണാം. കൊല്ലാനും മടിക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് മൂക്കിന് ക്ഷതമേറ്റ് ഗുരുതരമായി പരിക്കുപറ്റ ആശുപത്രിയിലേക്ക് ചോര ഒലിപ്പിച്ച് കടന്നു പോകുമ്പോഴും ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം. ശബരിമലയിൽ അയ്യപ്പൻ്റെ പൊന്നുകട്ട വിഷയം മറയ്ക്കുവാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധി ശ്രീ ഷാഫി പറമ്പിലിനെ പോലൊരു പാർലമെന്റ് മെമ്പറെ പോലും ഇത്തരത്തിൽ തെരുവിൽ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ ക്രൂരമായി മർദ്ദിക്കുക, മുൻ KSU സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KM അഭിജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുക, പ്രവർത്തകരെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ റൂറൽ SP ഉണ്ട്, ഒരു മിസ്റ്റർ ബൈജു. അയാൾക്ക് ഈ ഗവൺമെന്റ് IPS കൺഫർ ചെയ്ത് കൊടുത്തത് തന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ പാരിതോഷികമായിട്ടാണ്. ഇതേ ക്രിമിനൽ തന്നെയാണ് ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ ജോയൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, അവനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച അടക്കമുള്ള പശ്ചാത്തലമുള്ള വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനലാണ്. ആ ക്രിമിനൽ ഇന്നലെ എന്താ പറഞ്ഞത്? അയാൾ ഇന്നലെ പറയുകയാണ് ശ്രീ ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ചിട്ടില്ല. ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയാളത് പറഞ്ഞത്? ഇന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ വിഷ്വലുകൾ, ഫൂട്ടേജ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. ശ്രീ ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ച് പോലീസ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടല്ലോ. അപ്പോൾ ശ്രീ ബൈജു എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ അയാൾ കള്ളം പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാ? ശ്രീ ബൈജുവിനോട് പറയാനുള്ളത്, ബൈജു റൂറൽ SP പണി ചെയ്താൽ മതി. CPM ജില്ലാ സെക്രട്ടറി നടത്തേണ്ടുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ CPM ജില്ലാ സെക്രട്ടറി നടത്തിക്കൊള്ളൂ. അതല്ല, ശ്രീ ബൈജുവും CPM ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ CPM നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് IPS കൺഫർ ചെയ്തു തരാൻ സഹായിച്ചതിൻ്റെ ഉപകാര സ്മരണയുമായി ശ്രീ ഷാഫി പറമ്പിൽ അടക്കമുള്ള ജനകീയ നേതാക്കന്മാരുടെ മെക്കിട്ട് കയറാമെന്ന് ശ്രീ ബൈജു അടക്കമുള്ള ഒരാളും വിചാരിക്കേണ്ട. ഒരു കാര്യം കൂടി കൃത്യമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങൾ എത്ര ചോരയിൽ
കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും UDF-ന്റെ നേതാക്കന്മാരെയും ചോരയിൽ മുക്കി കുളിപ്പിച്ചാലും ഞങ്ങൾ ഒറ്റ ചോദ്യം തന്നെ ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും അവസാന ശ്വാസം വരെ. അയ്യപ്പന്റെ പൊന്നിൽ പൊതിഞ്ഞ, സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ ഇവിടെയാണ്. അത് ആർക്കാണ് ഇവർ വിറ്റത്? എത്ര കോടിക്കാണ് വിറ്റത്? അയ്യപ്പന്റെ പൊന്ന് കട്ടവന്മാരെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഇനി പ്രേക്ഷകർ കാണുവാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടവും ഫിറോസും സംയുക്തമായി മാധ്യമങ്ങളെ കണ്ടതാണ്. ഈ ഒരു കോമ്പിനേഷൻ, ഈ ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ് കേരളത്തിലെ അന്തംഗമ്മികളും BJP-യും കോൺഗ്രസിലെ തന്നെ ഈ കസേരമോഹികളായ കടൽക്കിഴവന്മാരും ഭയക്കുന്നത്. അവർ രണ്ടും സംയുക്തമായി നടത്തിയ അഭിമുഖം ഒന്ന് കണ്ട ശേഷം ഉടൻ മടങ്ങി വരാം. അത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. അത് കേരളം ഭരിക്കുന്നവർ മറന്നുപോകാൻ പാടില്ല. പോലീസുകാർക്കെതിരെ അല്ല, ഇത് ഏതെങ്കിലും ഒരു പോലീസുകാരൻ ചെയ്ത പണിയാണ് എന്ന് വിചാരിക്കുന്നില്ല. കാരണം ഷാഫി പറമ്പിൽ MP ആക്രമിക്കാൻ എന്തിനാണ് ഒരു പോലീസുകാരന് താല്പര്യം ഉണ്ടാകേണ്ടത്? ഇത് കൃത്യമായ നിർദ്ദേശമാണ്. ഷാഫി പറമ്പിൽ വന്നാൽ അദ്ദേഹത്തെ അടിക്കണം, പരിക്കേൽപ്പിക്കണം, കൊല്ലാൻ പോലും മടിക്കില്ല. കാരണം ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു CPM അങ്ങനെയൊക്കെ ചെയ്യോ? തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്താണ് TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്നത്. ഇപ്പോൾ സ്വർണ്ണപ്പാളി വിഷയം കേരളം ചർച്ച ചെയ്യാൻ പാടില്ല. മുഖ്യമന്ത്രിയുടെ മകനയച്ച ED നോട്ടീസ് കേരളം ചർച്ച ചെയ്യാൻ പാടില്ല. അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ വൈകാരികമായൊരു വിഷയമാണ് സ്വർണ്ണപ്പാളി കട്ടെടുത്തത്. അപ്പം ആ വിഷയത്തെ മാറ്റിയെടുക്കാൻ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരാളെ കൊല്ലാൻ പോലും മടിക്കില്ല. അതിനൊരു പക്ഷേ ഷാഫി പറമ്പിലിനെ ആയിരിക്കും അവർ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അതും അവർ ചെയ്യാൻ മടിക്കില്ല. അതുകൊണ്ട് ഇതൊരു പോലീസിൽ ഒതുക്കിയിട്ട്, ഇപ്പോൾ സ്വർണ്ണപ്പാളി കട്ടെടുത്തത് ഒരു ശബരിമലയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് വരുത്തി തീർത്ത് ഭരണത്തിലിരിക്കുന്ന ആളുകളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ, ഏതെങ്കിലും ഒരു പോറ്റിയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ, ഒരു കോൺസ്റ്റബിളിന്റെ പേര് പറഞ്ഞ്, ഏതെങ്കിലും ഒരു പോലീസുകാരൻ്റെ പേര് പറഞ്ഞ് ഷാഫിയെ ആക്രമിച്ചത് ആ പോലീസുകാരനാണ് എന്ന് വരുത്തി തീർത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ DYFI നേതാക്കന്മാരടക്കം ഇപ്പോൾ പറയുന്നത് എന്താണ്? അപ്പോൾ ആ പറയുന്ന വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് വളരെ ആസൂത്രിതമായി ആക്രമിക്കുക. എന്നാൽ ആ ചർച്ച മറ്റു രീതിയിലേക്ക് വഴിതിരിച്ചുവിടാൻ വേണ്ടി DYFI-യും CPM-ഉം ഒക്കെ ശ്രമിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇത് കൃത്യമായ ഗൂഢാലോചനയാണ്. അപ്പോൾ ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് അറിയണമെങ്കിൽ ഈ പോലീസുകാരനെ ചോദ്യം ചെയ്യണം, വടകര റൂറൽ SP-യെ ചോദ്യം ചെയ്യണം. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ഈ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എത്ര കണ്ട് പുറത്തു വരും എന്ന് നമുക്കറിയില്ല. നമുക്ക് അത് ആലോചിച്ചാൽ, ഊഹിച്ചാൽ മനസ്സിലാകും. പക്ഷേ നിഷ്പക്ഷമായ അന്വേഷണം നടന്നാൽ ഭരണത്തിലിരിക്കുന്ന ഏത് നേതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഷാഫി പറമ്പിലിനെ ഇത്തരത്തിൽ ആക്രമിച്ചത് എന്ന് ബോധ്യമാകും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഗുജറാത്തിലെ പഴയ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റോളാണ് ഇപ്പോൾ കേരളത്തിലെ പിണറായി വിജയനുള്ളത്. അതിനി 6 മാസം കൂടിയേ കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഒരു ആശ്വാസമായിട്ടുള്ളത്. അതിന് ജനം മറുപടി കൊടുക്കും. ഇവിടെ ശ്രീ PK ഫിറോസ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ ഡോക്ടർമാരുടെ സംഘവുമായി സംസാരിച്ചിരുന്നു. അവർ തന്നെ ഒഫീഷ്യലായിട്ടുള്ള മെഡിക്കൽ ബ്രീഫിംഗ് നടത്തും. എങ്കിലും അവർ പറഞ്ഞത് മൂക്കിന് 3 സാരമായ പൊട്ടലുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴും സംസാരിക്കുമ്പോഴും വായിലൂടെയാണ് ശ്വാസം എടുക്കുന്നത്. ശ്വാസം എടുക്കുമ്പോഴുമൊക്കെ ബ്ലീഡിങ് ഉണ്ടാവുകയാണ്. അപ്പം സംസാരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം ഗൗരവതരമായിട്ടുള്ള മർദ്ദനമാണ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത്. ആ ചോര അത്രയും ഇവിടെ ശ്രീ PK ഫിറോസ് സൂചിപ്പിച്ചതുപോലെ അയ്യപ്പൻ്റെ സ്വർണം പൊതിഞ്ഞ പാളി കട്ടെടുത്തത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ തെരുവിൽ എത്ര ചോര വീഴ്ത്തേണ്ടി വന്നാലും ഞങ്ങൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ഇപ്പോൾ ഇന്നാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഒരു വിഷ്വൽ പുറത്തുവിടുന്നത്, അദ്ദേഹത്തെ മർദ്ദിക്കുന്ന വിഷ്വൽ പുറത്തുവിടുന്നു. അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളുമായി സംസാരിക്കുമ്പോഴും 2 തവണയായി, 2 അടിയെന്നല്ല 2 തവണയായിട്ടാണ് അദ്ദേഹത്തിനെ പോലീസ് മർദ്ദിച്ചതെന്നാണ്. ഈ 3 യുവനേതാക്കന്മാരെ ഭയക്കുന്നത് കൊണ്ടാണ് ഈ 3 പേരെയും ഒതുക്കുവാൻ ഇവർ ശ്രമിച്ചത്. നമുക്കറിയാം, 2 മാസങ്ങൾക്ക് മുമ്പ് രാഹുലിനെതിരെ വ്യക്തിഹത്യ നടത്തി, അദ്ദേഹത്തിനെതിരെ അപവാദ പ്രചരണം നടത്തി അദ്ദേഹത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു. ഇപ്രകാരം ഒരു അപവാദ പ്രചരണം ഉണ്ടായ തൊട്ടടുത്ത ദിവസം തന്നെ രാഹുലിൻ്റെ
യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി നീക്കം ചെയ്തു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുകയുണ്ടായി. ഇന്ന് മിഷൻ 60യുടെ 47ാം ദിനമാണ്. നാളിതുവരെ ഒരു പരാതിക്കാരോ FIR-ഓ തെളിവുകളോ ഒന്നുമില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ തിരികെ എടുത്തിട്ടില്ല. അദ്ദേഹത്തെ ഒരു സംശയത്തിന്റെ നിഴലിലാക്കി പുറത്തു നിർത്തിയിരിക്കുകയാണ്. ഷാഫി പറമ്പിലിന് രാഹുലിനെതിരെ ആരോപണമുണ്ടായി തൊട്ടടുത്ത ദിവസം തന്നെ വടകരയിൽ വെച്ച് ഇതുപോലെ വധിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ വളരെ ശക്തമായ പ്രതികരണം ലഭിച്ചതുകൊണ്ട് തന്നെ ഇവന്മാർ അടങ്ങിയിരിക്കുകയാണ്. അതുപോലെ ഇന്നലെ ഷാഫിയെ പേരാമ്പ്രയിൽ വെച്ച് വീണ്ടും ആക്രമിച്ച് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു. ഫിറോസിനെതിരെയും നമ്മൾ കണ്ടു. ഫിറോസിനെതിരെയും വ്യക്തിഹത്യ നടത്തി, അപവാദ പ്രചരണങ്ങൾ നടത്തി അദ്ദേഹത്തെയും ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, അന്തംഗമ്മികളും BJPയും കേരളത്തിലെ കോൺഗ്രസിലെ കടൽക്കിഴവന്മാരും ഈ മൂവർ സംഘത്തെ ഭയപ്പെടുന്നു. കാരണം ഇവരാണ് നാളെ കേരളത്തിലെ രാഷ്ട്രീയരംഗത്തെ നിറസാന്നിധ്യമാകാൻ പോകുന്നത് എന്ന ഭയപ്പാടിലാവാം ഇവർ ഭയക്കുന്നത്. അവരെന്തായാലും ഈ ഷാഫിയുടെ വിഷയത്തിൽ ഒന്നായിരിക്കുകയാണ്. ഈ ശബരിമല തീവെട്ടിക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ജനഹൃദയങ്ങളിൽ എത്തും എന്ന് ഉറപ്പാണ്. അതുതന്നെയാണ് ഈ കോൺഗ്രസിലെ കേക്കച്ചൻ അടക്കമുള്ളവരുടെ ഉറക്കം കെടുത്തുന്നതും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.